ഹായ് മക്കളെ, നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ 5 പാർട്ട് നമ്പർ അല്ലേ. ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടമാണല്ലേ. ഇവിടെ ഒരു കേക്ക് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് കേക്ക്, നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ് അല്ലേ. ഇതുപോലുള്ള കേക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതുപോലെ കഴിച്ചിട്ടുള്ളവരുണ്ടാവും. ഇങ്ങനെ പല വെറൈറ്റി കേക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ മിസ്സ് ഇന്ന് നമുക്ക് കുറച്ച് കേക്കുകൾ കാണിക്കുന്നുണ്ട്. ആ കേക്കൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാം അല്ലേ. എല്ലാവർക്കും കേക്ക് ഇഷ്ടമാണല്ലോ അല്ലേ. നോക്കൂ, ഇവിടെ മിസ്സ് ഒരു കേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. കേക്ക് കണ്ടില്ലേ. അപ്പോ ഇത് മനുവിന്റെ ബർത്ത്ഡേക്ക് മനുവിന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്തിട്ടുള്ള കേക്കാണ്. നോക്കൂ, ഈ കേക്ക് മനുവിന്റെ മനുവിന്റെ ഒരു അനിയനുണ്ട്. ഈ അനിയനും മനുവിനുമായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. അവന്റെ അച്ഛൻ 2 കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. അതിൽ ഒരു കേക്ക് അമ്മ എന്ത് ചെയ്തു, അവർക്ക് 2 പേർക്കുമായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതാണ്. നോക്കൂ, കട്ട് ചെയ്ത് കണ്ടല്ലേ നിങ്ങൾ ഫോട്ടോ. എന്തായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? വീട്ടിൽ ഉമ്മച്ചി അല്ലെങ്കിൽ അമ്മ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്ത് തന്നു, നിങ്ങൾക്ക് ഇഷ്ടാവോ? ഓക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങി കഴിക്കോ? ഇല്ല അല്ലേ. എന്താണ് സംഭവം? ഇവിടെ 2 കേക്കും 2 സൈസാണ് അല്ലേ, 2 വലുപ്പത്തിലാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മനുവിന്റെ അനിയനും ആകെ എന്താണ് അടിയായി അല്ലേ. അവര് കച്ചറ കൂടി. അവര് പറഞ്ഞു ഒരാൾക്ക് വലുതാണ് ഒരാൾക്ക് ചെറുതാണെന്ന് പറഞ്ഞിട്ട് തമ്മിൽ വഴക്കായി. അവസാനം അമ്മ എന്ത് ചെയ്തു എന്നറിയോ? ആ കേക്ക് 2ഉം വാങ്ങി വെച്ച് 2 പീസും എടുത്ത് വെച്ചിട്ട് അമ്മ എന്ത് ചെയ്തു, അച്ഛൻ 2 കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു കേക്ക് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു. അമ്മ എന്ത് ചെയ്തു എന്നറിയോ? അമ്മ ആ കേക്ക് എടുത്തു. എന്നിട്ട് നിവൃത്തിയില്ലാതെ അമ്മ എന്ത് ചെയ്തു, അത് നല്ല ശ്രദ്ധിച്ച് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. നോക്കൂ, ഈ കേക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? കറക്റ്റ് ഒരേ വലിപ്പമുള്ള 2 പീസുകളാണ് അല്ലേ. ഒരേ സെയിം സൈസിലുള്ള 2 പീസായിട്ട് അമ്മ കട്ട് ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ഫുൾ കേക്ക് ഉണ്ടായിരുന്നു അല്ലേ. ആ കേക്കിനെ എന്താക്കി, പകുതിയാക്കി അല്ലേ. ഒരേ തുല്യ വലിപ്പമുള്ള 2 പീസുകളാക്കി മാറ്റി. അതാണ് നമ്മുടെ ചാപ്റ്റർ പാർട്ട് നമ്പർ അല്ലേ. ഒരു ഫുൾ നമ്പറിനെ 1 എന്ന ഫുൾ കേക്കിനെ പാർട്ടാക്കിയിട്ട് എന്ത് ചെയ്തു, 2 പാർട്ടാക്കിയിട്ട് മാറ്റി. അതാണ് എന്ത്, ഹാഫ്. കണ്ടോ, അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് റൗണ്ടിലുള്ള ഒരു വൃത്താണ്, ഒരു സർക്കിളാണ്. അതിന് ഹാഫ് കറക്റ്റ് ആയിട്ട് 2 പീസാക്കിയപ്പോൾ ഓരോ പീസും എങ്ങനെയാ വരുന്നത്, 1/2 അല്ലെങ്കിൽ 2/1. അപ്പൊ എന്താണ്, ഹാഫ്, പകുതി. കണ്ടോ, പകുതിയാണ്. അപ്പൊ എന്താണ് 1/2 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2/1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് ഭാഗമാണ്. ഇനി നോക്കൂ, അങ്ങനെ അവര് കേക്കൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോ അമ്മ പറഞ്ഞു ഇത് വലിയ പീസാണ് അല്ലേ, വലുത് അവര് കഴിക്കാൻ കഴിയില്ല. അപ്പൊ അമ്മ പറഞ്ഞു ഇത് നിങ്ങൾ എങ്ങനെയാണ് കഴിക്കുക, ഇതിന് അമ്മ ഒന്നും കൂടെ കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു, ഇതിനെ അവർക്ക് 4 പീസാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഒന്നുകൂടെ കഴിക്കാൻ ഈസിയാണ് അല്ലേ. അപ്പൊ നോക്കൂ, അമ്മ അതിനെ 4 പീസാക്കിയിട്ട് മാറ്റി. കണ്ടോ, ഇപ്പൊ എത്ര പീസാക്കിയിട്ടുണ്ട്? 4 പീസാക്കിയിട്ടുണ്ട് അല്ലേ. യെസ്, നോക്കൂ, 4 പീസാക്കിയതിൽ ഓരോ പീസും എത്രയാ ഉണ്ടാവുക, ഒരു പീസ് 4 പീസിൽ ഒരു ഭാഗം, 4ൽ ഒരു ഭാഗമാണ് അല്ലേ, അല്ലെങ്കിൽ 1/4. അപ്പൊ നമ്മൾ അതിന് പറയുന്നതാണ് ക്വാർട്ടർ. 1/4 അഥവാ ക്വാർട്ടർ എന്ന് പറയും. ഓക്കെ, ഇനി നോക്കൂ, അപ്പോ നമ്മൾ ഹാഫ് പഠിച്ചു, പകുതി, ക്വാർട്ടർ, 1/4. ഇനി നോക്കൂ, ഇനി ഈ ഒരു 4 പീസുകളിൽ നിന്നും ഇപ്പൊ ഒരു പീസ് എടുത്തപ്പോൾ നമ്മൾ എത്രയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്കറിയാം അല്ലെ. എത്രയായിരുന്നു ഒരു പീസ് എന്ന് പറഞ്ഞപ്പോ? എത്രയാണ് ഒരു പീസ് എന്ന് പറയുമ്പോ? അത് ഒരു മിനിറ്റ്. ഒരു പീസ് എന്ന് പറയുമ്പോൾ 1/4 ആണ്. ഒരു പീസ് എന്ന് പറയുമ്പോൾ 1/4 ആണ്. ഇനി നോക്കൂ, ഇതിൽ 2 പീസ് എടുക്കുമ്പോൾ എത്രയാവും? 2 പീസ് എടുക്കുമ്പോൾ 2/4 ആവും അല്ലേ. 2/4. ഇനി ഇതിൽ 3 പീസ് എടുക്കുമ്പോൾ എത്രയാവും? ഈ 3 എണ്ണം എടുത്തു എന്ന് വിചാരിക്കുക. ഇത്രയും പീസ് എടുക്കുമ്പോൾ എത്രയാവും? 3/4 ആവും അല്ലേ. യെസ്, 3/4. 3/4 എന്ന് പറയുമ്പോൾ എന്തായി, ഈ കേക്കിന്റെ മുക്കാ ഭാഗമായി അല്ലേ. അതിനാണ് നമ്മൾ 3/4 എന്ന് പറയാ.
3 ക്വാർട്ടർ. ക്വാർട്ടർ അഥവാ 4/4 ഭാഗം. 4/4 ഭാഗം എന്ന് പറയും. മുക്കാൽ എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് മുക്കാൽ എന്ന് പറയാം. നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഹാഫ്, 1/2, ഹാഫ് എന്ന് പറഞ്ഞാൽ അര, 1/4 എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ അഥവാ കാൽഭാഗം, അതുപോലെ 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ക്വാർട്ടർ അഥവാ മുക്കാൽ. ഓക്കെ, അപ്പൊ നമുക്ക് കേക്കിനെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ വീട്ടിൽ കേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പറയുക അതിന് ഓരോന്നിനും ഓരോ നെയിം ഉണ്ട് അല്ലേ, ഓരോ പീസിനും ഓരോ പേരുണ്ട്. അപ്പൊ അത് വീട്ടിൽ അമ്മക്കൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. നോക്കൂ, ഇനി നമുക്ക് ഇത് കേക്കിനെ മാത്രമല്ല, ഇപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഇതെന്താണ്, ഒരു കയറാണ് അല്ലെ. ഈ കയറിനെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. കണ്ടോ, 1 മീറ്റർ ഉള്ള ഒരു കയറായിരുന്നു. അതിന് നമുക്ക് പകുതി ആവുമ്പോൾ എന്താവും? ഹാഫ് മീറ്റർ, 1/2 മീറ്റർ, 1/2 മീറ്റർ, അങ്ങനെ നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് നോക്കൂ, ഇവിടെ ഇതുപോലെ തന്നെ ഒരു സർക്കിൾ, ഒരു വട്ടത്തിന് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? 1/2 എന്നാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഇതിനെ ഒരു പകുതി ആയപ്പോ നമ്മൾ എന്ത് എഴുതി? 1/2 എന്ന് എഴുതി. ഓക്കെ, എന്താണ് നമ്മൾ എഴുതിയത്? 1/2 എന്ന് നമ്മൾ എഴുതി. നോക്കൂ, ഇനി ഇതിനെ 4 പീസ് ആക്കിയിട്ട് ഇതിൽ 2 പീസ് എടുക്കുമ്പോൾ എത്രയാ വരുന്നത്? 2/4 ആണ് അല്ലേ. യെസ്, 2/4 ആണ്. അപ്പോൾ 1/2 എന്നുള്ള പാർട്ട് നമ്പറിന് അല്ലെങ്കിൽ ഭാഗങ്ങളുടെ സംഖ്യക്ക് ഈക്വൽ ആയിട്ടുള്ളതാണ് 2/4 എന്ന ഭാഗങ്ങളുടെ സംഖ്യ. പാർട്ട് നമ്പർ അഥവാ ഭാഗങ്ങളുടെ സംഖ്യ എന്നാണ് നമ്മൾ പറയാം. അപ്പൊ 2ൽ 1 എന്നുള്ളതിന് ഈക്വൽ ആണ് 4ൽ 2 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ടും ഹാഫ് ആണ്, പകുതിയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാം. നോക്കൂ, ഇവിടെ മറ്റൊരു കേക്കിന് എത്ര പീസ് ആക്കിയിട്ടുണ്ട്? ഇതിനെ 6 പീസ് ആക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ എത്രയാ വരുന്നത് നോക്കൂ. മിസ് ഇതിൽ ഒരു ഭാഗം മാത്രം എടുത്ത് കഴിക്കാണ്. 6 പീസ് ആയിട്ടുള്ളൊരു കേക്കിൽ നിന്നും ഒരു പീസ് ഞാൻ എടുത്ത് കഴിച്ചു. അപ്പൊ എത്രയാ വരുന്നത്? 1/6 അല്ലെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ 2 പീസും എടുത്ത് കഴിക്കാന്ന് വിചാരിക്കുക. അപ്പൊ എത്ര ആയിരിക്കും വരിക? 2/6 ആയിരിക്കും വരിക. ഇനി ഇതിന്റെ 3 ഭാഗം എടുത്ത് കഴിക്കുമ്പോ എത്ര ആയിരിക്കും വരിക? 3/6 ആയിരിക്കും വരിക. എത്ര വരിക? 3/6 ആയിരിക്കും വരിക. അപ്പൊ നോക്കൂ, ഈ 3/6 എന്ന് പറയുമ്പോ എത്രയാ വരുന്നത്? നമുക്കിതൊന്ന് നോക്കാം. 3/6 ബാക്കിയുള്ള മിസ് എറേസ് ചെയ്തിട്ട് കാണിക്കാം. നോക്കൂ, ഇവിടെ 3/6 എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്? ഇതിന്റെ എത്ര ഭാഗമായിട്ട് വരുന്നുണ്ട് നമുക്ക് നോക്കാം. നോക്കൂ, ഇത്രയും ഭാഗമുണ്ട് അല്ലെ. 3/6 എന്ന് പറയുമ്പോൾ എത്രയുണ്ട്? ഇത്രയും ഭാഗമുണ്ട്. അപ്പൊ എത്ര ഭാഗം വരുന്നത്? അപ്പൊ നമുക്കറിയാം, പകുതി എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? 1/2 എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ 1/2ന് ഈക്വൽ അല്ലേ 3/6 എന്ന് പറയുന്നത്? യെസ്, അതിന്റെ ഇതും ഹാഫ് ആണ്. പക്ഷെ ഇവിടെ ടോട്ടൽ 6 പാർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 6ൽ 3 ഭാഗം, 2ൽ 1 എന്നുള്ളതിന് ഈക്വൽ ആണ് 6ൽ 3 ഭാഗം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്ക് കേക്കിനെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നോക്കൂ, ഇവിടെ മറ്റൊരു കേക്ക് ഉണ്ട് അല്ലെ. ഇതിന് എത്ര ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്? 8 പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതിൽ ഒരു പീസ് മിസ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 1/8 ആയിരിക്കും വരിക, അല്ലെങ്കിൽ 8ൽ 1/8 അഥവാ 8ൽ ഒരു ഭാഗം. ഈ മിസ് 2 പീസ് എടുക്കുകയാണെങ്കിൽ എത്ര ആയിരിക്കും? 2/8, 8ൽ 2 ഭാഗം. ഇനി മിസ് ഇതിനെ പകുതി എടുത്ത് ഞാൻ കഴിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? മിസ് എങ്ങനെയായിരിക്കും? പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര അറിയാം? ഹാഫ് ആണ് അല്ലെ, 1/2 ആണ്. അപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഈക്വൽ ആയിട്ട് വരിക നോക്കൂ. ഇത്രയും ഭാഗം എന്ന് പറയുമ്പോൾ എത്രയായും? 4/8, 8ൽ 4 ഭാഗം. 8ൽ 4 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ആണ്, പകുതിയാണ്, 1/2ന് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ കേക്കിനെ പല പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിന്റെയൊക്കെ പാർട്ട് നമ്പർ അഥവാ ഭാഗങ്ങളുടെ സംഖ്യ എഴുതാൻ നമ്മൾ പഠിച്ചു. ഇനി നോക്കൂ, ഇനി നമുക്ക് ഇവിടെ ഒരു കോളം ഫില്ല് ചെയ്യാനുണ്ട് അല്ലെ. നമുക്ക് എങ്ങനെ നോക്കാം ഈ കോളം എങ്ങനെയാ ഫില്ല് ചെയ്യാൻ നോക്കാം. നോക്കൂ, ഇവിടെ ഫസ്റ്റ് പാർട്സ് കട്ട്, എത്ര പാർട്ടായിട്ടാണ് കട്ട് ചെയ്യുന്നുണ്ട്. പാർട്സ് ടേക്കൺ, അതിൽ എത്രയാണ് എടുക്കുന്നത് എന്നുണ്ട്. പിന്നെ അടുത്തത് ഹാഫ്, അതുപോലെ സെഡ്, അത് എങ്ങനെ നമുക്ക് പറയാം എന്നുള്ളത്.
അതെങ്ങനെ എഴുതാമെന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നോക്കൂ, 2 കഷ്ണാക്കി. അപ്പോൾ ഒരു കേക്കിനെ 2 കഷ്ണാക്കി. അതിൽ ഒരു ഭാഗം എടുത്താൽ എത്രയായിരിക്കും? ഹാഫ് ആയിരിക്കും അല്ലെ, പകുതിയായിരിക്കും. 1/2, 2/1. ഇനി രണ്ടാമത്തെ നോക്കൂ, ഒരു കേക്കിനെ 4 കഷ്ണാക്കി. അതിൽ 2 പാർട്ട് എടുക്കൽ എത്രയാവും? 2/4 എന്ന് പറയും അല്ലേ. 2/4 എന്ന് പറഞ്ഞാൽ 2ൽ എത്ര പറയാ? 4ൽ 2 എന്ന് പറയും. 4ൽ 2 എന്ന് പറയാം. ഇനി അടുത്തത് നോക്കൂ, 2/4 അഥവാ 4ൽ 2. ഇനി നെക്സ്റ്റ് അടുത്ത എത്രയാണ്? 6 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കേക്കിന്. അതിൽ എത്ര പീസ് എടുക്കും? പകുതിയാക്കണമെങ്കിൽ, ഹാഫ് ആക്കണമെങ്കിൽ എത്രയായിരിക്കും എടുക്കുക? അതിൽ 3 ഭാഗം എടുക്കൂ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, ഇതിൽ 3 ഭാഗം എടുക്കും. അതിനെങ്ങനെയാ എഴുതുക? എന്താ പറയാ? എന്തായിരിക്കും പറയാ? 3/6 എന്ന് പറയൂലേ. 6ൽ 3 ഭാഗം. അപ്പൊ 3/6. ഇത് നമുക്ക് എങ്ങനെ പറയാം? 3/6 എന്ന് പറയാം. അടുത്ത നോക്കൂ, ഒരു കേക്കിന് 8 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ പകുതിയാക്കണമെങ്കിൽ എത്ര എടുക്കും? 4 ഭാഗം എടുക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാ? 8ൽ 4 ഭാഗം എന്ന് പറയൂ അല്ലെ. 4/8 എന്ന് പറയും, അഥവാ 4/8. 8ൽ 4 ഭാഗം എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് ഓരോന്നിനെ നമ്മൾ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. യെസ്.